നമസ്കാരം, ഇത് IBN മലയാളം. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന BJP നേതാവിനെ PFI തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് തലക്കടിച്ചായിരുന്നു. കേവലം 10 സെക്കൻഡുകൾ കൊണ്ട് ഒരാളെ കൊലപ്പെടുത്തിയിട്ടുള്ള അതിവേഗം രക്ഷപ്പെടാനുള്ള ശാസ്ത്രീയ പരിശീലനം ലഭിച്ചവരായിരുന്നു പ്രതികൾ. അതിശക്തമായി തലക്കടിച്ച് തകർത്തതിനു ശേഷം ശരീരത്തിൽ 56 വെട്ടുകൾ വെട്ടി മൃതദേഹം വികൃതമാക്കുകയായിരുന്നു അവർ. എല്ലാം ഞൊടിയിടയിൽ അവസാനിക്കുകയും ചെയ്തു. പിന്നീട് NIA നടത്തിയ അന്വേഷണത്തിലാണ് PFI ഹിറ്റ് സ്ക്വാഡ് എന്ന ഒരു 20-അംഗ സേന ഇവർക്ക് എല്ലാ ജില്ലകളിലും ഉണ്ടെന്നും അവർക്ക് പലസ്തീൻ IS മോഡൽ ഇന്തിഫാദ പരിശീലനം ഇവിടെ ലഭിച്ചിരുന്നുവെന്നും പുറത്തു വന്നത്. ഇതേ തുടർന്ന് കേരള ഹൈക്കോടതി അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ഹിറ്റ് സ്ക്വാഡ് പരിശീലകന്മാരെ NIA അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഓരോ ജില്ലകളിലുമായി കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വെഞ്ഞാറമൂട് നടന്ന കൊലപാതക കേസിലെ പ്രതിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു കൂസലുമില്ലാതെ ഇത്ര വേഗം 6 പേരെ ചുറ്റികൊണ്ട് അതിപൈശാചികമായി കൊലപ്പെടുത്താനും ഒറ്റയ്ക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താനും സാധിക്കുന്നത്? പയ്യൻ ലഹരി ഉപയോഗിക്കുന്നതായി കൂട്ടുകാർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഇത്രയും നാൾ വളരെ പാവത്താനും സാധുവുമൊക്കെയായി ജീവിച്ച ആളാണെന്നും പറയുന്നു. ലഹരിയുടെ ഉപയോഗമൊക്കെ ശാസ്ത്രീയമായി വളരെ എളുപ്പത്തിൽ തെളിയിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുകയെന്നതേ ഉള്ളൂ. എന്നിരുന്നാലും കേരളത്തിലെ വിശേഷ സാഹചര്യം കണക്കിലെടുത്തും PFI ഹിറ്റ് സ്ക്വാഡ് എന്ന പൈശാചിക സംഘം യുവതലമുറകളെ ദുരുപയോഗം ചെയ്ത് ചരിത്രമുള്ളതുകൊണ്ടും ഈ വിഷയത്തിൽ മറ്റു മുൻവിധികളില്ലാതെ സമഗ്രമായ അന്വേഷണം നടത്തണം. ലഹരി എന്ന് ചിലർ ആർത്ത് വിളിക്കുമ്പോൾ അത് കെമിക്കൽ ലഹരിയാണോ അതോ മറ്റു ലഹരിയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്തു തന്നെ ലഹരിയായാലും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് പരിഷ്കൃത ജനതയുടെ ഉത്തരവാദിത്തമാണ്. കാരണം ചാകാതിരിക്കാൻ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണല്ലോ. മരണപ്പെട്ട സാധു മനുഷ്യർക്ക് ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.